ഹായ് ഫ്രണ്ട്സ്, ഐക്യുമെറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സിനെ നിങ്ങൾ BSc റേഡിയോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി തുടങ്ങി പല പേരുകളിൽ കേട്ടിട്ടുണ്ടാകും. ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത പേരുകളിലാണ് ഈ കോഴ്സ് അറിയപ്പെടുന്നത് എങ്കിലും 90-95% സിലബസും ഒന്ന് തന്നെയാണ്. ഇനി ഈ കോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എക്സ്റേ, CT സ്കാൻ, MRI മെഷീൻസ്, ഡയഗ്നോസ്റ്റിക് മെഷീൻസ്, അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിന് പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. BSc റേഡിയോളജി ആണെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോഗ്രാഫി ടെക്നോളജി എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇനി ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം. BSc പ്രോഗ്രാമാണ് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ +2 സയൻസ് ഗ്രൂപ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിന് മിനിമം 50% മാർക്ക് ഉണ്ടാവണം. ഇനി ഡിപ്ലോമ കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ 10th ക്വാളിഫിക്കേഷൻ മതിയാകും. BSc പ്രോഗ്രാം 3 ഇയേഴ്സ് + 1 ഇയർ ഇൻറ്റേൺഷിപ്പും, ഡിപ്ലോമ പ്രോഗ്രാം 2 ഇയേഴ്സ് + 6 മന്ത് ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. BSc കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഹയർ സ്റ്റഡീസ് കോഴ്സും അവൈലബിൾ ആണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് റേഡിയോഗ്രാഫർ, ഇമേജിംഗ് ടെക്നോളജിസ്റ്റ്, CT സ്കാൻ ആൻഡ് MRI ടെക്നോളജിസ്റ്റ്, അൾട്രാസൗണ്ട് ടെക്നോളജിസ്റ്റ്, മാമോഗ്രാഫി ടെക്നോളജിസ്റ്റ്, ഹെൽത്ത് കെയർ സെൻറ്റർ, റിസർച്ച് സെൻറ്റർ അസിസ്റ്റൻറ്റ് എന്നീ മേഖലകളിൽ ഇന്ത്യയിലും വിദേശത്തും ഹൈ സാലറിയോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. 90% എബോവ് മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ LBS അലോട്ട്മെൻറ്റ് വഴിക്ക് സീറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് കേരളത്തിൽ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. 50% മാർക്ക് ഉണ്ടെങ്കിൽ അതർ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. കേരളത്തിലെയും കേരളത്തിന് പുറത്തെയും കോളേജുകളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.